ഹലോ ഗായ്സ്, അപ്പം ഞാനൊരു കാര്യം പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ ഈ ടൂൾസ് ഇല്ലേ, അത് വെച്ച് നമുക്ക് സെറ്റാണ് കേട്ടോ. ഓരോ ദിവസം വരെ നമ്മൾ ടൂൾസ് ഇങ്ങനെ അതായത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതായത് പടം വരയ്ക്കാൻ സ്കില്ലില്ല, നല്ലോണം വരയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഒരു കോമിക്കോ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് റഫായിട്ട് ഒരു എന്തെങ്കിലും വരച്ചെടുക്കുക, എന്നിട്ട് അതിന് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഫസ്റ്റൊന്നും ശരിയായി വരത്തില്ല, പക്ഷേ നമ്മൾ അതിൽ എത്രമാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യുമോ അത്രമാത്രം മോഡിഫൈ ചെയ്യുമോ അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടി വരും. പിന്നെ ചില ആൾക്കാരാണ് പറയാണ്ട് ഇത് നീ വെച്ച് ഉണ്ടാക്കില്ലേ, അത് വെച്ച് ഉണ്ടാക്കില്ലേ, ഇത് വെച്ച് ഉണ്ടാക്കില്ലേ. പക്ഷെ അതൊക്കെ കേൾക്കാൻ വളരെ സങ്കടം വരുന്നത്. അതായത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണം, അത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ അത് നമ്മൾ എക്ക് മനസ്സിലാക്കി കൊടുത്താലേ നമുക്ക് ഇങ്ങനത്തെ പ്രോംപ്റ്റ് കിട്ടത്തുള്ളൂ, ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് പ്രോംപ്റ്റ് അല്ല, ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു എഫേർട്ടും ആ ഒരു ടൈമും ആരും കാണുന്നില്ലല്ലോ. പിന്നെ ശരിയായ ആൾക്കാർ കാണുന്നത്, ചില ആൾക്കാരൊക്കെ ഒരു പടം ഒരു ബുക്കൊക്കെ ഇറക്കുമ്പോൾ 5-6 വർഷം കൊണ്ടാക്കും, അതായത് 2-3 വർഷം എടുക്കും. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈമും കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു നല്ലൊരു BGMോ തീമോ ഉണ്ടാക്കാൻ പറ്റും വെച്ച്. സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് നല്ല സിസ്റ്റം ഇല്ല, DAW സിസ്റ്റംസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു മൂവിയിലും ഷോർട്ട് ഫിലിം കാണാനുള്ള പാട്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വരത്തില്ല. പക്ഷേ അവിടെയാണ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ അതായത് റോ മ്യൂസിക് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു മിനിമം ക്വാളിറ്റിയിൽ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെച്ച് ഇപ്പം നമുക്ക് കുറേ സമയം ചെയ്യാൻ പറ്റും. പിന്നെ ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ടൂൾസും ഇപ്പോൾ ഭയങ്കര അതായത് പെയ്ഡാണ്. അപ്പോൾ ആ പെയ്ഡും കൂടി മേടിക്കുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാത്തിനും ഇതുണ്ടാവുമല്ലോ, അത് മേടിച്ചാൽ നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. ഫ്രീ വേർഷൻ നല്ല ചീത്ത എന്നല്ല പറഞ്ഞത്, പക്ഷേ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാവും നമുക്ക്. അപ്പോൾ പ്രീമിയം വെർഷൻ മേടിക്കും നമുക്ക് നല്ലത്, നമുക്ക് സെറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളത്. അത് വെർത്താണ് കേട്ടോ എയുടെ പ്രീമിയം പ്ലാൻസ് ഒക്കെ മേടിക്കുമ്പോൾ. പിന്നില്ലേ ഈ ടൂൾസ് ഉണ്ടല്ലേ, നമ്മൾ നല്ല കാര്യം മാത്രം ചെയ്യാൻ നോക്കുക. പിന്നെ ചില ആൾക്കാർ ചെയ്യത്തില്ല, മിസ്യൂസ് ചെയ്യത്തില്ല ടൂൾസ് വെച്ച്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ ഭയങ്കര മോശമാണ്. ഇത്ര നാൾ ടൂൾസ് ഉണ്ടായിട്ട് നമ്മൾ അതിനെ റോങ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, ടാറ്റ, ബൈ ബൈ.